റജബ് മാസത്തിന്റെ ആദ്യത്തെ രാത്രിയാണെന്നും കാണാം. ഏതായാലും വെള്ളിയാഴ്ച രാവ് ഏറെ പുണ്യമുള്ളതാണ്. പ്രാർത്ഥനക്ക് ഉത്തരമുണ്ടെന്ന് ഒരുപാട് ഹദീസുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തത് മുഹറം 10 രാത്രിയാണ്, അഥവാ ആശൂറ എന്ന് നമ്മൾ വിളിക്കുന്ന രാത്രിയുണ്ടല്ലോ, മുഹറം 10 രാവ്. ആ രാത്രിയിലെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട്. മൂന്നാമത്തെ രാത്രി വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പകുതിയുടെ രാത്രിയാണ്, അഥവാ ബറാഅത്ത് രാത്രി. നാളെ വരുന്ന രാത്രി ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇനി 2 രാത്രികളുണ്ട്. ഏതൊക്കെയാണത്? വലൈലത്തൈൽ ഈദൈൻ, 2 പെരുന്നാളിന്റെ രാത്രികളാണ്, അഥവാ ചെറിയ പെരുന്നാളിന്റെ രാത്രി. നാളെ പെരുന്നാളാണെങ്കിൽ ഇന്നത്തെ രാത്രി, അതുപോലെ വലിയ പെരുന്നാളിന്റെയും രാവ്. നാളെ പെരുന്നാളാണെങ്കിൽ ഇന്നത്തെ രാവ്. ആ 2 രാത്രികൾക്കും ദുആക്ക് ഉത്തരമുണ്ടെന്ന് ആദരവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നാളെ നാം കാതോർത്ത് കാത്തിരിക്കുക. നാളെ നാം ശ്രദ്ധയോടെ ഇരിക്കണം. നമ്മുടെ വീട്ടിൽ ഖുർആൻ ഓതി ദുആ ചെയ്യുന്ന അവസരം ഉണ്ടാകണം. നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിനകത്തുണ്ടാകണം. അവരെ വീട്ടിലിരുത്തി ഖുർആൻ ഓദിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകമായ ചില സൂറത്തുകൾ ഓതണമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മുൻഗാമികൾ അത് ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ നമ്മുടെ വല്യുമ്മമാർ നമുക്ക് കാണിച്ചു തന്ന രീതിയാണത്. അവരാണ് ദീൻ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. അവരുടെ പ്രവർത്തനങ്ങൾ ദീനിൽ നമുക്ക് മാതൃക തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരം താവഴിയായി മുൻഗാമികളിലൂടെ കൈമാറി വന്നു കിട്ടിയ ഈ സുന്ദരമായ പ്രവർത്തനങ്ങൾ നാളത്തെ രാത്രി നമ്മുടെ വീടിനകത്ത് നിർവഹിക്കപ്പെടണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ടെന്നാൽ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അതാനി ജിബ്രീലു ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പകുതിയുടെ രാത്രിയിൽ ജിബ്രീൽ എന്റെ അരികിൽ വന്നു. എന്നിട്ട് എന്താ ചെയ്തത്? വഖാല യാ മുഹമ്മദു ഹാദിഹി ലൈലത്തുൻ തുഫ്തഹു ഫീഹാ അബ്വാബുസ് സമാ وأبواب الرحمة فقم وارفع رأسك ويديك إلى السماء ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ പകുതിയുടെ രാവിൽ, അഥവാ ബറാഅത്ത് എന്ന് വിളിക്കപ്പെടുന്ന ശ്രേഷ്ഠമായ രാത്രിയിൽ ജിബ്രീൽ എന്റെ അരികിൽ വന്നിട്ട് പറയുകയാണ്, യാ മുഹമ്മദു, ഓ